ഈ കുട്ടനാട്ടിലെ NCP കുറിച്ച് നേരത്തെ തന്നെ SNDP നിലപാട് പറഞ്ഞിട്ടുള്ളതാണ്. അതെ, അവരുടെ പാർട്ടിയിൽ തമ്മിലടിയാണെന്നും ആ അടി മൂക്കട്ടെ എന്നും അത് അടി മൂക്കുന്നത് കൊണ്ട് കുട്ടനാട്ടിലെ വികസനത്തിന് ശ്രദ്ധിക്കാൻ MLAക്ക് കഴിയുന്നില്ലെന്നുമാണ് CPM ജില്ലാ സെക്രട്ടറി പറയുന്നത്. സത്യമല്ലേ? CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത് വളരെ സത്യമാണ്. അതായത് കുട്ടനാട്ടിൽ പോലും ആ കുട്ടനാട് MLA കുട്ടനാട്ട് പോലും ഇല്ലല്ലോ. അങ്ങനെ സുഖവാസത്തിൽ എറണാകുളത്തിലേ താമസിക്കുന്നത്. കുട്ടനാട്ടിൽ ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് ചെന്ന് കാണാനോ പറയാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പ്രായോഗിക തലത്തിൽ വരുത്താനോ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകാനോ ഒന്നും ആ മനുഷ്യന് സാധിക്കുന്നില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അദ്ദേഹം രാഷ്ട്രീയം അങ്ങനെ വന്ന് എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടനാട് MLAക്ക് രാഷ്ട്രീയം അറിയാൻ പാടില്ല, രാഷ്ട്രം അറിയാൻ പാടില്ല, ജനസേവനം അറിയാൻ പാടില്ല, കാശ് മാത്രം അറിയാം. അതുകൊണ്ട് അഞ്ജനം എന്നത് എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. അപ്പോൾ അഞ്ജനത്തിൻ്റെ നിറം അറിയാൻ പാടില്ല, മഞ്ഞളിൻ്റെ നിറം അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു പോഴ MLA ആണ്. എങ്ങനെ കിട്ടി സ്ഥാനം? ചേട്ടൻ മരിച്ചതുകൊണ്ട് കിട്ടിയല്ലേ? അല്ലേ? ഞാൻ തുറന്നു പറയാം, പോഴ MLA ആണ്. MLA ആകാനുള്ള യാതൊരു യോഗ്യതയില്ല. എന്ത് പാരമ്പര്യം ഉണ്ടെന്ന് പറയാം. എത്രയോ ഈ രംഗത്ത് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള എത്രയോ ആളുകൾ ഇവിടെയുണ്ട്. അവരെല്ലാം മാറ്റിക്കൊണ്ട് ചേട്ടൻ്റെ സ്ഥാനം എനിക്ക് കിട്ടിയില്ലേ? ചേട്ടൻ മരിച്ചു എന്നുള്ള ഒറ്റ കാര്യത്തെ കിട്ടിയ ഒരു സ്ഥാനമില്ലേ? പക്ഷേ ഇടതുപക്ഷം കാണിക്കുന്ന ഒരുപാട് ഔദാര്യങ്ങളും അത് ചതിവായി മാറുന്നുണ്ട്. കാരണം ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികൾക്ക് ഒരു MLA ഉണ്ടെങ്കിലും മന്ത്രിയായി കൊടുക്കും, 2 MLAമാരുണ്ടെങ്കിൽ ഒരു മന്ത്രിയായി കൊടുക്കും. അതിന് ഘടകകക്ഷികൾക്കെല്ലാം ഒരുപാട് പ്രാതിനിധ്യവും പ്രാധാന്യവും ഇന്ന് ഈ LDF ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ആ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 സീറ്റ് കിട്ടിയത് നിങ്ങൾക്കറിയാമല്ലോ. കുട്ടനാട് NCP ആരിരിക്കുന്നു? NCP എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞില്ലേ, ഒരു കെട്ടുവളത്തെ കയറ്റാനുള്ള ആളില്ല. പിന്നെ തന്നെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് നോക്കട്ടെ, എത്ര വോട്ട് കിട്ടും? സ്വന്തം നാട്ടിൽ നിന്ന് പോലും 10 വോട്ട് കിട്ടാനുള്ള പ്രവർത്തന പാരമ്പര്യവും ജനബന്ധമോ ഇല്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ മോഹം. നമ്മൾ മോഹിക്കാം പലതിനും. നമ്മുടെ മോഹങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഇന്നിപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ആണെന്ന് തോന്നിയാൽ എൻ്റെ സുഹൃത്തുക്കൾ എന്താ വിചാരിക്കേണ്ടത്? പിന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് കണക്കാക്കുകയും ഊളംപാറ അഡ്മിറ്റ് ചെയ്യിക്കാനായിട്ട് ഉള്ള ശ്രമം നടന്നത്. അതല്ല, ഇന്ത്യൻ പ്രസിഡൻ്റ് അല്ല, അമേരിക്കൻ പ്രസിഡൻ്റ് ആകാനുള്ള യോഗ്യത എനിക്കുണ്ടെന്നും പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം എൻ്റെ സുഹൃത്തുക്കളല്ല, വഞ്ചകന്മാരാണ്. അപ്പോൾ ഇയാളുടെ കൂടെ കൂടിയിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ആ ഇയാളെ ആശിച്ചില്ലെന്നെ പറ്റിക്കൊണ്ട് ഇയാളെ സുധീകൃതന്മാരായിട്ട് പാടുകയാണ്. ഇയാൾക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യം, എന്തെങ്കിലും ഭരണം, എന്ത് പാരമ്പര്യം? ഈ ആളെ മന്ത്രിയാകണം, MLA എന്ന് പറഞ്ഞതിനെ കിട്ടിയത് തന്നെ വലിയ ഔദാര്യമാണ്. ഇപ്പോൾ മന്ത്രിയാകണമെന്നും പറഞ്ഞ് എന്തെല്ലാം കളിയാണ് കളിച്ചത്. ചാക്കോ ഏറ്റി, ചാക്കോയുടെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലേ? വടി വെച്ചെടുത്ത് വടവെക്കുന്ന ആളല്ലേ ചാക്കോ. എനിക്ക് എത്രയോ കൊല്ലത്ത് 10-30 കൊല്ലത്ത് ബന്ധമുണ്ട് ചാക്കോയായിട്ട്. ചാക്കോ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടാകും. ചാക്കോ S ആയി, പിന്നെ കോൺഗ്രസ്സായി, പിന്നെ NCP ആയി. അപ്പോൾ ഇദ്ദേഹത്തിന് കോൺഗ്രസ് ഒരുപാട് സൗകര്യം കൊടുത്തിട്ടില്ലേ? ചാക്കോവിനെ ഇവിടുത്തെ വ്യവസായ മന്ത്രിയാക്കില്ലേ, MP ആക്കില്ലേ, കോൺഗ്രസിൻ്റെ അത്യുന്നത ഉന്നതയിലുള്ള സ്ഥാനം കൊടുത്തില്ലേ? ഇത് കഴിഞ്ഞിട്ട് നേരെ ചാടി കോൺഗ്രസ് നിൽക്കുമ്പോഴും ശരത് പവാറുമായിട്ട് നല്ല ടൈപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര കഷണാക്കി ഇവരെവിടെ? പുള്ളി PC ചാക്കോ എവിടെയുണ്ടോ അത് 4 കഷണാക്കി PC ചാക്കോ പിന്നെ ചരിത്രമുള്ളത്. ഒന്നെങ്കിൽ അദ്ദേഹം പോകും, അതല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കണം, കുഴിച്ചിട്ടേ പോകും. ഇപ്പോൾ ഇത്ര കഷണമായില്ലേ? എവിടെയെങ്കിലും എത്തിയാ ഇയാളെ പിടിച്ച് മന്ത്രിയാക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അയാൾ മന്ത്രിയായില്ല, ഇപ്പോൾ അയാൾ ഉപേക്ഷിച്ച് സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന് പറഞ്ഞ് ഇപ്പോൾ കൊട്ടിയപ്പോൾ ഉടനെ ചാക്കോയും ഉപേക്ഷിച്ചു. ചാക്കോയും ഈ സ്ഥാനം രാജിവെച്ചു. ചാക്കോ ഇതൊക്കെ അവസാനിപ്പിച്ചിനി പല വനവാസത്തിന് പോകുന്നതാണ്. ഒരുപാട് നടത്തിയല്ലോ. ഇപ്പോൾ ഒരുപാട് നിരീക്ഷണങ്ങളും പല രാഷ്ട്രീയ കക്ഷികളൊക്കെ പോയല്ലോ. എവിടെയെങ്കിലും എത്തിയോ ഇത്രയും കൊല്ലത്തിനുള്ളിൽ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും വളരെ തെറ്റാണെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള വിവേകം വയ്യെങ്കിലും ഉണ്ടാകണ്ടേ? അല്ല, യോഗ്യനാണെന്ന് വെച്ചാൽ ആളില്ലാ പാർട്ടിയിൽ ഏത് AP ആകാല്ലെന്ന്. എവിടെ ആളില്ലാത്ത പാർട്ടി അയാൾ സംസ്ഥാനമല്ല, ഇന്ത്യൻ പ്രസിഡൻ്റായിട്ടും വല്ല കാര്യമാണ്, വല്ല കഥയാണ്. കുട്ടനാട്ടിൽ അദ്ദേഹം പ്രസിഡൻ്റായിട്ട് വന്നു എന്നുള്ളതുകൊണ്ട് വല്ല ചലനം അവിടെ ഉണ്ടാകുക ഒരു ചുക്കുമില്ല.
ഇദ്ദേഹം കുട്ടനാട്ടുമായിട്ട് എന്ത് ബന്ധം? ഒരു കാരണവശാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കുട്ടനാടും അതുപോലെ അരൂരും ഇടതുപക്ഷം എടുത്തേ പറ്റൂ. കാരണം ആ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട സീറ്റാണത്. അത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട സീറ്റാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് മഹാഭൂരിപക്ഷം ഉള്ള ഈ പാടുകളിൽ ഇവർക്ക് എന്തിനു കൊടുക്കണം? ഇത് പിന്നോക്ക വിഭാഗങ്ങളോട് ചെയ്യുന്ന വലിയ ചതിവല്ലേ? കുട്ടനാട്ടിലും അരൂരിലും ഈഴവ സ്ഥാനാർത്ഥി ഉണ്ടാവണം എന്നാണ്. ഈഴവനല്ല, പിന്നോക്ക സമുദായം. ഈഴവനെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് യാതൊരു വിഷയമില്ല. കുട്ടനാട്ടിൽ ആരാണ് മഹാഭൂരിപക്ഷം? ക്രിസ്ത്യാനികളാണ്. ഏതടിസ്ഥാനത്തിൽ അവർ കൊടുക്കണം? NCP ആൽ നിങ്ങളൊന്ന് അവിടെ ഇതൊക്കെ മുമ്പ് ഇടതുപക്ഷം ജയിച്ച സ്ഥലമല്ലേ? നിങ്ങളൊന്ന് എടുത്ത് ആളെണ്ണം നോക്ക്. അവിടെ പുല്ല് പോലെ ഉച്ചയ്ക്ക് മുമ്പ് ജയിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർത്തിയാൽ. അരൂരും അങ്ങനെ തന്നെ. ഇവിടെ എങ്ങും പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൊടുക്കാതെ മറ്റു ചില വിഭാഗം കൊടുക്കുമ്പോൾ ആ വിഭാഗങ്ങൾക്കുള്ള ദുഃഖവും സങ്കടം ഏറെയുണ്ട്. പിന്നോക്ക വിഭാഗമല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റിനാണ്. ആദ്യം സവർണ ക്രിസ്ത്യാനിക്ക് കൊടുത്തു നോക്കി, അത് തോറ്റി. അത് കഴിഞ്ഞ് അവർണ ക്രിസ്ത്യാനിക്ക് കൊടുത്തു, പള്ളി പാട്ടും പാടി നടക്കുന്ന സലീമിനെ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പാട്ടും പാടി നടന്ന ഒരുപാട് കൊല്ലം പാട്ടുപാടി നടന്ന ആളുകളുണ്ട്. അവർക്ക് അവിടെ കൊടുത്തില്ല. അല്ലെങ്കിൽ വിഷമപ്പെട്ട് ഞങ്ങൾക്ക്. അതെന്തുകൊണ്ടും പിന്നോക്ക വിഭാഗങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഈഴവർക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. എത്രയോ പേര് ഇവിടെ നിന്നിട്ടുണ്ട്. ആലപ്പുഴ എത്ര ഈഴവരുണ്ട് ഇടതുപക്ഷത്തിൽ നിന്ന് നിർത്തിയിട്ടുള്ളത്? ഒരാളെ അല്ലേ. CPM ഏറ്റെടുത്ത് ഒരു ഇടതുപക്ഷത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കണം എന്നുള്ള ഉറച്ച നിലപാടാണ് എനിക്കുള്ളത്.